നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണുമല്ലോ. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാസ്ക് ഡിസൈനാണ് ഇന്ന് നമ്മൾ കാണിക്കുന്ന. 5 minutes മതി, ഈസിയാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ 1 16 centimeters റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കുലർ പീസ് ഓഫ് ഫാബ്രിക്, അതിൻ്റെ നീളം എന്ന് പറയുന്നതും വീതി എന്ന് പറയുന്നതും ഒരു 18 centimeters വേണം എന്തായാലും. അപ്പോൾ അതിന് മിനിമം 18 centimeters വേണം. അപ്പോൾ അതിനെ 4ആയിട്ട് മടക്കിയെടുക്കുക. അതായത് ആദ്യം പകുതിയിൽ വിഡ്ത്തിൽ 2ആയിട്ട് മടക്കുക, അതിനുശേഷം ലെങ്ത്തിൽ 2ആയിട്ട് മടക്കുക, അതിനുശേഷം 16 centimeters മാർക്ക് ചെയ്യാം. ഓക്കെ, 16 centimeter ആണ് എനിക്ക് ആവശ്യമുള്ളത്. അതായത് ഞാൻ കട്ട് ചെയ്യുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ അപ്പോൾ എത്രയായിരിക്കും? 32 centimeters. ഓക്കെ, അപ്പോൾ 16 centimeters ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സർക്കിൾ, ഒരു 1/4 ഓഫ് എ സർക്കിൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിയും. പിന്നെ സിസേഴ്സ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇതിലും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഒരു പ്ലേറ്റ് എടുത്താൽ മതി. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ഒരു പ്ലേറ്റ് എടുത്തിട്ട് കറക്റ്റ് വട്ടം വരച്ചു കഴിഞ്ഞാൽ ഫാബ്രിക്കിൻ്റെ മുകളിൽ വയ്ക്കുക, എന്നിട്ട് ഒരു വട്ടം വരച്ചു കൊടുക്കാം. അത് ഇതിലും സിമ്പിളാണ്. ഇപ്പോൾ പ്ലേറ്റൊക്കെ എടുക്കാൻ എനിക്ക് മടിയായ കാരണം ഞാൻ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തുന്നുള്ളൂ. ഓക്കെ, ഇപ്പം എനിക്കൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ആ സെമി സർക്കിളിൻ്റെ ഫോമിൽ വെച്ചിട്ട് 2ആയിട്ട് മടക്കാം. ഒന്നും കൂടി കാണിക്കാം. ഇതിപ്പോൾ ഒരു സെമി സർക്കിളാണ്, 2ആയിട്ട് മടക്കാം. താഴത്തെ പോർഷൻ മുകളിൽ ടച്ച് ചെയ്യണം, എക്സാക്ട്ലി ടച്ച് ചെയ്യണം. ഇനി ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഓവൽ ഷേപ്പ് കണ്ടോ? ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഡിസൈൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. കുറച്ചും കൂടി ബ്രീതബിൾ ആണ്. ഈ സ്പെക്സ് ഒക്കെ വെക്കുന്നവർക്ക് അത്രയും ഫോഗിങ് കുറേ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബിക്കോസ് ഇത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് കുറച്ച് ലൂസാണ്, സ്വല്പം ഒരു എന്താ പറയുക, ഏറെ കയറി ഇറങ്ങാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഈ സ്പെക്സ് വെക്കുന്നവർക്ക് ഭയങ്കര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഫോഗിങ് എപ്പോഴും വരും, നമുക്കൊരു ഫോഗ് ഫീലിംഗ് ആണ്. സോ ഈ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നു അത് ഫോഗിങ്ങിന് കുറച്ച് കുറവെന്നല്ല, ആക്ച്വലി നല്ലൊരു എമൗണ്ട് കുറവുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് മിഡിലിൽ നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈനൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ 4 centimeter ഉള്ളിലേക്കായിട്ട് 4 centimeters ഇൻ, 2 സൈഡിലും ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് 4 centimeters ഇൻ 2 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. കുറച്ചും കൂടി വിസിബിൾ ആണല്ലോ. ഇപ്പം കണ്ടോ, മിഡിലിൽ ഞാൻ ഒരു 4 പ്ലീറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എക്സാക്ട് മിഡിലിൽ ഒരു വര വരച്ചിട്ടുണ്ട്, 2 സൈഡിലും 2 ലൈൻ വെച്ചിട്ട്. ഓക്കെ, ഇനി റൈറ്റ് ഓൺ റൈറ്റ് വെക്കുക. എന്നിട്ട് ഈ 4 centimeters മാർക്കിങ്സ് ഉണ്ടല്ലോ, ആ ഒരു 4 centimeter ലൈനിൽ നിന്ന് അടുത്ത 4 centimeter ലൈനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇവിടെ വരെ ഒരു 1/2 inch സീം അലവൻസ് പോലെ ഇട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം 2 എൻഡും ഓപ്പൺ ആണ്. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ പോയിന്റിൽ എൻഡ് ചെയ്തു. ഇനി അകമ്പുറം തിരിക്കുക. ഈ അകമ്പുറം തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ എവിടെയൊക്കെ ചുളിഞ്ഞ് ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ റീസൺ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇത് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ടോ, കേർവ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. കേർവി പോർഷൻസിൽ നമ്മളെപ്പോഴും എൻ്റെ ബയോസ്റ്റെപ്പിൻ്റെയൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, ഒരു 1 centimeters കണ്ടോ. കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. കണ്ടോ, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കും, വീണ്ടും അത് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവും. ബിക്കോസ് ആ കേർവ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന് സാധിക്കണില്ല. കണ്ടോ, വീണ്ടും ഉള്ളിലേക്ക് കയറി പോവാണ്. നമ്മൾ എത്ര പിടിച്ച് വലിച്ചു വെച്ചാലും പിന്നെ അത് കയറിപ്പോവും. ഓക്കെ, അപ്പോൾ അതിന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ 1 centimeters കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ സ്റ്റിച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ആ സ്റ്റിച്ച് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് 1 centimeter ഗ്യാപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക.
അങ്ങനെയാണ് എപ്പോഴും നമ്മൾ കേർവ് ആയിട്ടുള്ള ഒരു കേർവി സ്റ്റിച്ചസ് വരുന്നിടത്തെല്ലാം നമ്മൾ ഇതുപോലെ അകമ്പുറം തിരിക്കുക. അല്ലെങ്കിൽ നെക്കിലാണെങ്കിലും ഏതൊരു പോർഷനിലും നമ്മൾ ഈ ഒരു റൂൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് നീറ്റായിട്ട് വരുള്ളൂ. പിന്നെ ഈ 4 സെന്റിമീറ്റേഴ്സ് ഗ്യാപ്പ് നമ്മൾ അവിടെ അങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ എലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ ചരടോ അല്ലെങ്കിൽ ഫാബ്രിക് സ്ട്രിപ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഉണ്ടോ. ഇപ്പം ഞാൻ അകമ്പുറം തിരിച്ചു കഴിഞ്ഞു. ഇപ്പം നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നീറ്റായിട്ട് വരും, അയൺ ചെയ്യാൻ നല്ല നീറ്റായിട്ട്. ഇനി സൈഡിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്നത് ആ 4 സെന്റിമീറ്റേഴ്സിന്റെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അവിടെ കയറ്റി കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും കയറ്റി കൊടുക്കുക നല്ലപോലെ. എന്നിട്ട് ഇനി ചെയ്യേണ്ടത്, ഇവിടെയാണ് എലാസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ് അല്ലെങ്കിൽ ഫാബ്രിക്കിന്റെ സ്ട്രിപ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പൈപ്പിംഗ് ത്രെഡാണ്. പൈപ്പിംഗ് ത്രെഡ് ആവുമ്പം വളരെ തിന്നാണ്, വളരെ സോഫ്റ്റ് ആണ്, ആൻഡ് നമ്മുടെ ചെവിനെ അത് വേദനിപ്പിക്കുകയൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് അതങ്ങ് കയറിയിരുന്നോളൂ. ഇതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്താണ് ഈ കാണുന്നത്. അടുത്ത എന്താ ചെയ്യേണ്ടത്? പ്ലീറ്റ്സ് കൊടുക്കണം. എവിടെ പ്ലീറ്റ്സ് കൊടുക്കണം? മിഡിലാണ് പ്ലീറ്റ്സ് കൊടുക്കേണ്ടത്. ഇനി ഈ പൈപ്പിംഗ് ത്രെഡിന്റെ നീളം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ മിഡിലിൽ നമ്മൾ ഇങ്ങനെ കൊച്ചു കൊച്ചു പ്ലീറ്റ്സ് കൊടുക്കും. ഒരു 4 പ്ലീറ്റ് എങ്കിലും നിങ്ങൾ മിനിമം കൊടുക്കണം. ഈ പ്ലീറ്റ്സ് ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മൂക്കിന്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ സ്വല്പം ഒരു എയർ കയറി ഇറങ്ങാനുള്ള കുറച്ച് ഒരു ഗ്യാപ്പ് കിട്ടും. അത് തന്നെയാണ് ഇവിടെ ആ ഒരു ഫോഗിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് നമ്മൾക്ക് സൊല്യൂഷനായിട്ട് വരുന്നത്. ഒരുപാട് മൂക്കം അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒട്ടും എയറാണ് കയറി ഇറങ്ങില്ല. അപ്പോൾ സ്പെക്സ് വെക്കുന്നവർക്ക് അത് പാടാണ്. ഇത് പക്ഷെ കുറച്ചും കൂടി നല്ലൊരു ഡിസൈനാണ്, കുറച്ചും കൂടി ഫോഗിങ് കുറവാണ്. കണ്ടോ, ഇനി 25 സെന്റിമീറ്റേഴ്സ് കുറവാവില്ല, മിക്കവാറും എല്ലാവർക്കും ആവറേജ് ഒരു കറക്റ്റ് ആയിരിക്കും ആ ലെങ്ത്. ഇനി ഇൻ കേസ് അത് കൂടുതലാണെന്ന് വിചാരിച്ചോളൂ. കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? കൂടുതലാണെങ്കിൽ ആ ഒരു പോയിന്റിൽ, അതായത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് വലിച്ചു പിടിക്കുക. അതിനുശേഷം അവിടെ ഒരു ത്രെഡോ അല്ലെങ്കിൽ സാധാരണ സ്റ്റിച്ചിങ് ത്രെഡ് ഉണ്ടാവില്ലേ, അത് വെച്ച് വട്ടത്തിൽ അങ്ങ് കെട്ടിക്കൊടുക്കുക. നിങ്ങളുടെ എക്സാക്റ്റ് നീളം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you so much for watching and happy sewing.